അസഹനീയമായ ചില കാര്യങ്ങൾ കുറേ നാളായിട്ട് യൂട്യൂബിലിങ്ങനെ നടക്കുന്നത് കൊണ്ടും ഇൻസ്റ്റാഗ്രാം റീൽസിലിങ്ങനെ നടക്കുന്നത് കൊണ്ടും അപ്പം ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്നിട്ട് ഒരവസരം കിട്ടുന്ന നേരത്ത് എല്ലാം പറയാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. എനിക്കും ചില കാര്യങ്ങളിലൊക്കെ ഒപ്പീനിയൻ പറഞ്ഞുണ്ട്. ഞാനിവിടെ പൊതുവേ ചെയ്യുന്ന കാര്യം സിനിമ റിവ്യൂ, ബിഗ് ബോസ് റിവ്യൂ, പിന്നെ സിനിമയിലുള്ള ഈ ഒരു ആർക്കും അറിയാത്ത ചില കാര്യങ്ങളൊക്കെ ഒന്ന് ആൾക്കാർക്ക് അറിയിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇത്ര നായകൻ ഇന്ന സിനിമയിൽ വെച്ചിട്ടുണ്ട്, ഇന്ന ഗായകൻ ഇത്ര പാട്ട് പാടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പൊതുവെ ഇവിടെ പറയാറ്. ഒരു എക്സ്പ്ലനേഷൻ പോലെയാണ് കാര്യങ്ങളൊക്കെ പറയാറ്. ഇപ്പം നിലവിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരാളാണ് നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ. എല്ലാവർക്കും അറിഞ്ഞൊരു കാര്യമാണ്. എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ടൊരു പ്രിയങ്കരനായ ഒരു കലാകാരൻ കൂടെയാണ് നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഒരു മരണ വാർത്ത നമ്മൾ ദുഃഖിപ്പിച്ചു, നമ്മൾ അറിഞ്ഞു. ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്കൊരുപാട് ദുഃഖം തോന്നിപ്പോയി. കാരണം നമ്മൾ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ നമ്മളെ വിട്ടു പോകുന്ന നേരത്ത് നമുക്കെന്തുമാത്രം ദുഃഖം കാണുന്നൊക്കെ. നല്ലൊരു മനുഷ്യനാണ് സുധിച്ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഫ്ലവേഴ്സ് ടിവിയിലെ പ്രോഗ്രാമായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ആ ഒരു വിപത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണു സുധി ഇപ്പം രംഗത്തേക്ക് വന്നേക്കാണ്. രേണു സുധി വന്നിട്ടാണെങ്കിൽ രേണു സുധി ഇപ്പം ഒരു റീലിൽ അഭിനയിക്കുന്നു, പിന്നെ കുറേ ഫങ്ഷനിലൊക്കെ പോകുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ക്ഷേത്രം, ഒരു ദേവീക്ഷേത്രം, ഒരു കാവ് കണക്കൊരു സംഭവമുണ്ട്. അവിടേക്ക് ഒരു ഉദ്ഘാടനമൊക്കെ രേണു സുധി വന്നായിരുന്നു. അപ്പം ഞാൻ പോയി കണ്ടില്ല, താല്പര്യമില്ലായിരുന്നു പോകാനായിട്ട്. അപ്പോൾ രേണു സുധി ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറേ യൂട്യൂബേഴ്സൊക്കെ പറയുന്നു വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, റീച്ച് കിട്ടാൻ വേണ്ടി ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ ആയി ഇപ്പം. കുറേയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇപ്പം ഒരു 4-5 മാസം കൊണ്ടൊക്കെ രേണു സുധി ഇപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കൃത്യമായിട്ട് അറിയത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ആ കൊല്ലം സുധി എന്ന് പറഞ്ഞ ആ ഒരു ചേട്ടൻ്റെ വില കൂടെ ഈ സ്ത്രീ കൊണ്ട് കളയത്തേ ഉള്ളൂ. ഇതൊക്കെ ഒരു 100 തവണ കേട്ട കമൻറ്റ് അവരും കേട്ട് കാണുമായിരിക്കും. കൊല്ലം സുധി എന്നറിയപ്പെടുന്ന ഒരു കലാകാരനെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആരെയും വെറുപ്പിച്ചിട്ടില്ല. നമ്മളെയൊക്കെ രസിപ്പിച്ച് ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് നമ്മ വിട്ടുപോയ ഒരാളാണ്. ആ ബഹുമാനം എനിക്കും കേരള ജനതയ്ക്കും ഇന്നും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട്. രേണു സുധി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭാര്യ, നിങ്ങൾ എന്താണ് സ്ത്രീ ഇവിടെ കിടന്ന് കാണിക്കുന്നത്? എനിക്കറിയാൻ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളിവിടെ റീച്ച് കിട്ടാൻ വേണ്ടി നിങ്ങളിവിടെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നു, എന്തൊക്കെയോ നിങ്ങൾ കാട്ടിക്കൂട്ടുന്നു. ഇതൊക്കെ ഒരു നല്ലതിനാണെങ്കിൽ എന്ത് പോട്ടെന്ന് വയ്ക്കാം, അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ എന്ത് പോട്ടെന്ന് വയ്ക്കാം. ദാസേട്ടൻ കോഴിക്കോടെന്ന് പറഞ്ഞൊരാളോടൊപ്പം ചേർന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എനിക്കറിയത്തില്ല എന്താണെന്ന്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇതിപ്പോൾ ഞാൻ ഇവിടെ നടന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. അത് എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കരുതും ഇതുകൊണ്ട് റീച്ച് ഉണ്ടാക്കാം, എനിക്ക് ഫെയിം ഉണ്ടാക്കാം, അതിന് എന്തെല്ലാം വഴികൾ വേറെയുണ്ട്. നിങ്ങൾ ഈ കാണിക്കുന്ന വെറും ബോറാൻ പരിപാടിയാണ്. നിങ്ങൾ ചെയ്യുന്ന റീലായിരുന്നു. നിങ്ങൾ ഈ ഇടയ്ക്ക് തന്നെ ഇപ്പം ഒരു റോട്ടിൽ കയറി നിന്നിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂടുന്നുണ്ട്. എന്നിട്ട് നിങ്ങളെല്ലാം മറ്റേ ദാസേട്ടൻ കോഴിക്കോടെന്ന് പറയുന്നത് ഒരു ഷൂട്ടിംഗ് ആയിരുന്നു, ആനയാണെന്നൊക്കെ പറയുന്നു. നിങ്ങൾക്ക് ഒരു റീൽ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നടു റോഡേ കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് വേറെ എവിടെ എത്രയോ സ്ഥലങ്ങളുണ്ട്. എത്രയോ സ്ഥലങ്ങൾ പോയി നിങ്ങൾക്ക് റീൽ എടുക്കാൻ വേണ്ടി പറ്റി. എന്തെങ്കിലും നിങ്ങൾ റീൽ ചെയ്യുന്നത് കൊണ്ടൊന്നും ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഈ റീലിൽ വരുന്ന ചില തോന്നിവാസങ്ങൾ, ചില ബോറാം പരിപാടികൾ, ഇതൊക്കെ എന്ത് കാണിച്ചും റീച്ച് കിട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളിവിടെ തന്നെ പറഞ്ഞൊരു ടാഗ് ലൈനാണ് ഇതെല്ലാം സുധിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്കല്ലേ, ചേട്ടൻ്റെ ഒരു ഇതല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ. ദയവ് ചെയ്ത് ഇവിടെ കേരളത്തിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ആ സുധിച്ചേട്ടനെയും കൂടെ നാണം കെടുത്തരുത്, ആ ഇഷ്ടവും കൂടെ കൊണ്ട് കളയിപ്പിക്കരുത്. നിങ്ങളിപ്പം നിൽക്കുന്ന ഈ ഫീൽഡ് ഇൻസ്റ്റാഗ്രാം റീൽസാണ്. നിങ്ങളവിടെ റീൽ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇവിടെ ടാഗായിട്ട് നിൽക്കുന്നു, കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നു. കൊല്ലം സുധി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹം ഒരു കൊമേഡിയനാണ്, സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്, സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. നിങ്ങൾ അങ്ങനെ ഒരു പാത വരുന്നെങ്കിൽ നിങ്ങൾ ആ രീതിക്കാണ് നിങ്ങൾ പോകേണ്ടിയിരുന്നത്. അല്ല, നിങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ നിൽക്കേണ്ടതൊന്നുമല്ല, ഒരിക്കലുമല്ല. നിങ്ങളിങ്ങനെ നിൽക്കേണ്ടതല്ല. നിങ്ങൾക്ക് അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിക്ക് പോകാം. നിങ്ങളെവിടെയോ കുറേ സ്റ്റേജ് പ്രോഗ്രാമോ ഒക്കെ പൊയ്ക്കൊണ്ടെന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെ കേട്ടത്. അവിടെ നിങ്ങൾക്കൊരു വെറുപ്പിക്കലില്ലായിരുന്നു നിങ്ങൾക്കവിടെ. പക്ഷെ നിങ്ങളിപ്പോൾ നിലവിലിവിടെ ഇപ്പം ശുദ്ധമായ വെറുപ്പിക്കലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിക്ക് നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റിൻ്റെ
എത്ര ശതമാനത്തിൽ കൂടുതലുണ്ട് ഈ ഒരു ഗുഡ് കമൻറ്റ് നിങ്ങൾക്ക് വരുന്നത്? നല്ലത് പറഞ്ഞ ആൾക്കാരുണ്ടില്ലെന്നല്ല, നല്ലത് പറഞ്ഞ ആൾക്കാർ നിങ്ങൾക്ക് ഒരുപാട് പേരുണ്ട്. അത് സുധി എന്ന് പറഞ്ഞൊരു കലാകാരനുള്ളൊരു സ്നേഹമാണ് എല്ലാവരും കാണിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്കിപ്പം ഇവിടെ വന്നിട്ട് നിങ്ങൾ കാണിക്കുന്ന തോന്നിയസങ്ങൾ കൈയടിക്കാൻ വേണ്ടി ഇവിടെ ആരും ചെയ്യത്തില്ല ഒന്നും. ഈ വെറുപ്പിക്കൽ കണ്ട് കൈയടിക്കാനോ ഒന്നും ആരും നിൽക്കത്തില്ല. നിങ്ങളിവിടെ റീല് ചെയ്യേണ്ടെന്നല്ല, നിങ്ങളിവിടെ ഒന്നും ചെയ്യേണ്ടതല്ല, ഒന്നും ഇവിടെ ആരും പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അതിലൊക്കെ ഒരു മാന്യത ഒന്ന് കീപ്പ് ചെയ്യുക, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ആ ദാസേട്ടൻ കോഴിക്കോടും കൂടെ തുറമുഖത്ത് വെച്ച് മറ്റേ ചാന്തുപൊട്ട് സിനിമയിലൊരു പാട്ടിരങ്ങും എടുത്തായിരുന്നല്ലോ, അതിൽ അത്ര മികച്ചതാണെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഒരിക്കലും അല്ല. അതൊന്നും അത്ര മികച്ച റീലായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കി നിങ്ങൾക്കൊരു ഫെയിം ഉണ്ടാക്കണം, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ പറ്റൂ. ഈ സോഷ്യൽ മീഡിയ തന്നെ അങ്ങനെയാണ്. വിവാദങ്ങൾ, വിമർശനങ്ങൾ, നെഗറ്റീവ്പരമായ കാര്യങ്ങൾ, അതിലാണ് ജനങ്ങൾ കണ്ണു കൊടുക്കാനുള്ള ഒരു ആകാംക്ഷ കൂടുതൽ. അപ്പം നിങ്ങൾക്കതറിയാം. ആ രീതി അറിഞ്ഞ് നിങ്ങൾ മനഃപൂർവ്വം ചെയ്ത കുറച്ച് കാര്യങ്ങളതൊക്കെ. നിങ്ങളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കിപ്പം ഒരുപാട് നെഗറ്റീവ് ക്യാമ്പ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകുന്നില്ല ഇവിടെ, കാണുന്നല്ലോ. ഇത് മറിച്ച് നിങ്ങളിപ്പോൾ ഒരു നല്ല കാര്യമാണ് ചേർന്നതെങ്കിലോ, നല്ല ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഈ രീതിക്ക് പോണ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം സപ്പോർട്ട് ഇവിടെ കിട്ടുമായിരുന്നു. ദാസേട്ടൻ കോഴിക്കോടെ അയാളെപ്പറ്റി നമുക്കറിയാം. അങ്ങേർക്ക് ഒരു ഇതൊന്നുമില്ല, അങ്ങനെ എന്ത് വേണമെങ്കിലും കാണിക്കും, അതാണ് പുള്ളി. ഒരു സ്ഥലകാല ബോധം ഒന്നുമില്ലാത്തവരാണ് ദാസേട്ടൻ കോഴിക്കോട്. അയാൾ ഇപ്പോൾ എന്ത് കിടന്ന് കാണിച്ചാലും അത് കൈയടിക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് ആൾക്കാർ അയാളെ കൂടെ തന്നെ കാണും. അത് വേറെ ഒരു സെക്ഷനാണത്. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾക്കൊരു ഉളുപ്പില്ല. നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ മകന് കുഴപ്പമില്ല, അല്ലെങ്കിൽ എൻ്റെ അതെങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഈ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പം വിധവയായിപ്പോയി ആദ്യത്തെ കേരളത്തിലെ സ്ത്രീയൊന്നുമല്ല ഈ ഒരു രേണു സുധി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര്, എനിക്ക് തന്നെ എത്ര പേരറിയാം, ഭർത്താവ് മരിച്ചു പോയിട്ട് എത്രയോ സ്ഥാപനങ്ങൾ ജോലിക്ക് പോയി മക്കളെ നോക്കി വളർത്തുന്ന, കുടുംബം നോക്കുന്ന എത്രയോ സ്ത്രീകൾ എനിക്കറിയാം. ഞാൻ വർക്ക് ചെയ്തിടത്തൊക്കെ എത്രയോ പേരുണ്ടെന്ന് എനിക്കറിയാമോ. ഞാൻ ഇപ്പം ഡെയിലി കാണുന്ന ആൾക്കാർ, അവരൊക്കെ അന്തസ്സായിട്ട് ജോലിയെടുത്ത് കുടുംബം നോക്കി ജീവിക്കുന്ന പെണ്ണുങ്ങളാണ്. അല്ലാതെ നിങ്ങളെ കണക്ക് ഭർത്താവ് മരിച്ച ഉടനെ വന്നിട്ട് ഇപ്പം ഈ സോഷ്യൽ മീഡിയ നടന്നിങ്ങനെ ഈ കുത്താട്ടം കാണിക്കുന്ന ടൈപ്പൊന്നുമല്ല. അന്തസ്സായിട്ട് പണിയെടുത്ത് തന്നെയാണ് അവർ ജീവിക്കുന്നത്. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഒരു പോസ്റ്റ് കണ്ട്, അത് സത്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് സ്റ്റാർ മാജിക്കിൻ്റെ ഒരു ഡയറക്ടർ, അയാൾ കൊല്ലം സുധി എന്ന് പറഞ്ഞ ഒരു കലാകാരനുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ നിങ്ങൾക്ക് ഒരു 4-5 ജോലി ഒപ്പിച്ച് തന്നല്ലായിരുന്നു. അപ്പോൾ നിങ്ങളതൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് ഈ ഫീൽഡിൽ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹം. എന്തിനായിരുന്നു ഈ തെറിവിളി കേൾക്കാനോ, അല്ല കൊല്ലം സുധിയെ മാനം കെടുത്താനോ? എന്തായിരുന്നു നിങ്ങൾക്ക് വേണ്ട? എന്തായിരുന്നു ഇത്? നിങ്ങളിപ്പം ഒരുപാട് വെറുപ്പിക്കലാണ്. അതാണ് ഞാൻ പറയാൻ വേണ്ടി കാണും. നിങ്ങൾ ആ വെറുപ്പിക്കലിൻ്റെ കൊടിമുടി കയറി നിങ്ങൾ വേറെ എവിടെയോ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്ര ഞാൻ പറയാം, നിങ്ങൾ ഭയങ്കര വെറുപ്പിക്കലാണിത്. വെറുപ്പിക്കലെന്ന് വെച്ചാൽ അങ്ങേയറ്റം നിങ്ങൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇത്രയും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു പോസിറ്റീവ് കമൻറ്റോ അല്ലെങ്കിൽ ഗുഡ് കമൻറ്റോ, അതൊക്കെ കൊല്ലം സുധിയുള്ളൊരു ആദരവാണ്. അല്ല നിങ്ങൾക്ക് തരുന്നതൊന്നും ഇല്ല. അതൊന്നും ഈ ഒരു ടാഗ്ലൈൻ ഇല്ലായിരുന്നെങ്കിൽ, കൊല്ലം സുധി എന്നൊരു ടാഗ്ലൈൻ നിങ്ങൾക്ക് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എവിടെ എത്തത്തില്ലായിരുന്നു. ആ പേരും പറഞ്ഞാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയത്. അല്ല നിങ്ങൾ എത്തത്തില്ലായിരുന്നു. നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റായിട്ട് വന്ന് കയറിയിരുന്നെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എത്തുമായിരുന്നോ? നിങ്ങൾ എത്തുമായിരുന്നോ? ഇല്ല, എത്തത്തില്ല. ഇനിയെങ്കിലും എൻ്റെ പൊന്നു ചേച്ചി ഒരു കാര്യം പറയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ബോറാൻ പരിപാടി, വെറുപ്പിക്കൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ട് നമുക്ക് റീച്ച് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് ഈ ആൾക്കാരുടെ തെറിവിളികളും കാര്യങ്ങളൊക്കെ ഒന്ന് മതിയാക്കി അതൊക്കെ നിർത്തി നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങൾക്ക് റീൽ ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾ ചെയ്യാൻ നോക്ക്. അല്ലെങ്കിൽ ആ കലാകാരനായ കൊല്ലം സുധിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഭയങ്കര മാനക്കേടാണ്. നിങ്ങളെ പബ്ലിക്കൊന്നുമായിട്ട് ആരുമൊന്നും പറയാൻ വേണ്ടി പോകില്ല. കാരണം അവിടുത്തെ ലോ നോക്കി നിങ്ങളൊന്നും പറയാൻ വേണ്ടി. പക്ഷേ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് നല്ല പൊങ്കലോട് ഇടുന്ന എനിക്കറിയാം. നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇത്ര കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു ഉളുപ്പില്ലേ? ഇവിടെ കുറേ എണ്ണം ഉണ്ട് വേറെ. ഇപ്പോൾ ഒന്ന് അകത്ത് കിടക്കുന്നല്ലേ പറഞ്ഞാൽ അത്. പിന്നെ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു തെണ്ടി, ഇവനൊക്കെ എത്ര കേട്ടാലും മതി വരാത്ത ഒരിതാണ്. തൊലിക്കട്ടി, അപ്പാര തൊലിക്കട്ടിയാണ്. നമുക്ക് എന്ത് കേട്ടാൽ നമുക്ക് റീച്ച് ഉണ്ടാക്കിയാൽ പോരെ എന്നുള്ള നിൽക്കുകയാണെങ്കിൽ ഈ കേട്ട് നിങ്ങൾ എങ്ങനെ സഹിക്കുന്നു ഇതെല്ലാം? നിങ്ങളിപ്പോൾ ഒരു ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എന്തെല്ലാം നേരെ ഫെയിം ഉണ്ടാക്കാം.
മാന്യമായിട്ട് നിങ്ങൾ റീൽ ചെയ്യാമല്ലോ. ദാസേട്ടനോട്ട് തന്നെ ചെയ്യാം, മാന്യമായിട്ട് ചെയ്യുക. ഈ എവിടെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയും ആൾക്കാരെ കൊണ്ട് വെറുപ്പിക്കാതെയും എന്തുമാത്രം നല്ല നല്ല റീലുകളൊക്കെ നിങ്ങൾ ചെയ്യാം. എന്നാലും നിങ്ങളത് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഇങ്ങനെ കുറേ നെഗറ്റീവപരമായ ഫെയിം ഉണ്ടാക്കി നിങ്ങൾക്കിങ്ങനെ മുന്നേറി പോകണം. അപ്പോഴും അവിടെ നാണം കിടുന്നതും ജനങ്ങൾ കുറ്റം പറയുന്നതും അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ചിന്തിക്കുന്ന ആ പാവപ്പെട്ട കൊല്ലം സുധി എന്ന് പറഞ്ഞ കലാകാരൻ്റെ ഒരു പേരാണ് ഇവിടെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കല്ലെങ്കിലും പുള്ളി നെഗറ്റീവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് വേറെ കാര്യം. ആ കൊല്ലം സുധി എന്ന് പറഞ്ഞ ഒരു കലാകാരൻ്റെ ഒരു പേരും പെരുമയും എല്ലാം അദ്ദേഹം ഉണ്ടാക്കി വെച്ചൊരു ഇമേജുണ്ട്. ആ ഇമേജ് നിങ്ങൾ തകർത്തുകൊണ്ടേയിരിക്കുകയാണ്, തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ പറയും നിങ്ങൾക്കെന്താണ് പ്രശ്നം, അവരങ്ങനെയല്ല ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഇത്ര ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവരിത് ശരിയെന്ന് പറയാൻ വേണ്ടി തോന്നുന്നത്? ഇത്രയും ഒരു മോശമായ റീലും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്ത് വെച്ചിട്ട് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തോന്നുന്ന ഒരു കാര്യം എന്താണ്? അവർ സ്ത്രീ ആയതുകൊണ്ടോ? അതുകൊണ്ടാണ് നിങ്ങളെങ്ങനെ തോന്നുന്നത്? അല്ല, ഇവിടെ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞ അവർ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഇതാണ് നടക്കുന്നത്. അല്ല, എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് കാര്യം എന്നൊന്നും. ഇവിടെ എത്രയോ സ്ത്രീകൾ ഭർത്താക്കന്മാർ മരിച്ചവരെ അന്തസ്സായിട്ട് പണിക്ക് ഇവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ചേച്ചി സത്യം പിന്നെ ഭയങ്കര വെറുപ്പിക്കലാട്ടോ, ഭയങ്കര വെറുപ്പിക്കൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പാരെ തുരുക്കിട്ട ചേച്ചി സത്യം പറഞ്ഞേ, സത്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് നല്ലപോലെ ഒരു റീലത് മുന്നേറി വരാനുള്ള എന്തെല്ലാം ഹോപ്പുണ്ട്, ഇവിടെ ചാൻസസ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ. എന്നിട്ടും നിങ്ങൾ ഈ വെറുപ്പിക്കൽ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന കാര്യമൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി കൈയടിക്കുന്ന വിളിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ആൾക്കാരും അല്ലെങ്കിൽ ഇവർ വിമർശിക്കുന്നവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഈ നെഗറ്റീവ് കമൻറ്റൊക്കെ തന്നെയാണ് ഇവരെ വീണ്ടും പബ്ലിസിറ്റി ആക്കുന്നത്, അല്ലാതെ ഒന്നുമല്ല. എത്ര നെഗറ്റീവ് കമൻറ്റ് ഇടുന്നോ അത്രത്തോളം ഇവർക്ക് ട്രോള് വരും, ഇവരറിയപ്പെടും, ഇവരുടെ ഒരു പേര് വിവാദപരമായിട്ട് മുന്നേറി വരും. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് ഇവർക്ക് വീണ്ടും ഫെയിം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവർ നിർത്തുമോ? അതുമില്ല. കുറ്റം പറഞ്ഞവർ പറയും തോറും അതൊരു ഫെയിമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. ഇതാണ് ഇതിൻ്റെ ബേക്ക് നടക്കുന്നത്. ഇനി എന്ത് ചെയ്താലും നമുക്ക് ഫെയിം വേണം എന്നുള്ള കാര്യം വെച്ച് പോണ രീതി. എൻ്റെ പൊന്നി ചേച്ചി, നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിലേ നിങ്ങൾ ആ സുധി എന്നുള്ള പേരങ്ങ് വെട്ടിക്കളഞ്ഞേക്ക്. എന്നിട്ട് രേണു എന്ന് വെച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചു. ആ ഒരു അദ്ദേഹത്തിൻ്റെ ആത്മാവിനെങ്കിലും ഒരു സമാധാനം കിട്ടട്ടെ. ഇതെല്ലാം കണ്ട് അതെങ്കിലും ചെയ്യും. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾ നല്ല വെറുപ്പിക്കലാട്ടോ, നല്ല വെറുപ്പിക്കലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രീതിക്ക് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ മറിച്ച് നല്ല പോലെയൊക്കെ റീലൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഒരു കോമഡി സംബന്ധപ്പെട്ടൊക്കെ പോരുന്നെങ്കിൽ ജനങ്ങളെ കൈയടിച്ചില്ല. ആ സുധി എന്ന് പറഞ്ഞ ഒരു പുള്ളിക്ക് ബഹുമാനം കൊടുത്ത് അദ്ദേഹം നിന്ന ഫീൽഡിൽ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഗംഭീരമായേനെ. അല്ലാതെ നിങ്ങളിവിടെ ഒന്നുമല്ല. നിങ്ങൾ നല്ല വെറുപ്പിക്കലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് വിട്ട് നിങ്ങളത് കാണുന്നുണ്ടോ എനിക്കതിലെ കാണുമായിരിക്കും. കണ്ടിട്ട് ആ രീതിക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്ക്. ഇനിയെങ്കിലും കൊല്ലം സുധി എന്ന് പറഞ്ഞ ഒരു കലാകാരനെ വെറുപ്പിക്കാൻ നിൽക്കരുത്. നിങ്ങളും വെറുതെ വെറുപ്പിക്കലാവാൻ നിൽക്കരുത്. ഇപ്പോൾ ദാസേട്ടൻ കോഴിക്കോടിനൊക്കെ നമ്മൾക്കൂടെ കാരണം എന്നാക്കി അയാൾ ഏത് ടൈപ്പാണെന്നൊക്കെ. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വേറെ ട്രാക്കാണ്. അതൊക്കെ അങ്ങനെയാണ്. അതിനൊരു പ്രത്യേക തരം കാറ്റഗറിക്ക് ഉണ്ട്. അലൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, ദാസേട്ടൻ കോഴിക്കോട്, പാലാ സജി, ഇങ്ങനെ കുറേ ആഭാര തുരുക്കിട്ടുള്ളവന്മാരുണ്ട്. എന്ത് കാണിച്ചിട്ടും നമുക്ക് റീച്ച് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ നിങ്ങൾ ഒരിക്കലും ആവരുത്. ഒരു സ്ത്രീയായ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആവരുത്. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ മാന്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, വെറുപ്പിക്കാതിരിക്കുക, നിങ്ങൾ നല്ലപോലെ ജീവിക്കാൻ നോക്കുക. ആ സുധി എന്ന് പറഞ്ഞ കലാകാരനോടൊരു ചീത്തപ്പനങ്ങളുണ്ടായി കളയരുത്. ഇത്ര എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ.